ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. 7 വീടുകൾ പൂർണ്ണമായും 102 വീടുകൾ ഭാഗികമായും തകർന്നു. 53 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. കനത്ത മഴയെ തുടർന്ന് മനക്കുടി, പുള്ള്, കോടന്നൂർ, നെടുപുഴ റോഡുകളിൽ വെള്ളം കയറി. ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ ഗതാഗതം സ്തംഭിക്കും. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഒരു വിഭാഗം നഴ്സുമാർ നടത്തുന്ന സമരം തുടരുന്നു. അത്യാഹിത വിഭാഗത്തിന്റെ ഗേറ്റ് ഉപരോധിച്ചാണ് സമരം ഒത്തുതീർപ്പാക്കാൻ റീജിയണൽ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുന്നു. പുതുക്കാട് KSRTC ബസ്സിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാഞ്ഞൂർ സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. അപകടം മകളെ ബസ് കയറ്റിവിട്ട ശേഷം സ്കൂട്ടറിനടുത്തേക്ക് വരുന്നതിനിടെ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. ജില്ലയിൽ ഇതുവരെ 7 വീടുകൾ പൂർണ്ണമായും 102 വീടുകൾ ഭാഗികമായും തകർന്നു. വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിലവിൽ 53 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജൂൺ 4 മുതൽ ഓഗസ്റ്റ് 3 വരെ ജില്ലയിലാകെ 1211.39 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. മഴയുമായി ബന്ധപ്പെട്ട വിവിധ അപകടങ്ങളിൽപ്പെട്ട് ജില്ലയിൽ ഇതുവരെ 13 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചാലക്കുടി, ചാവക്കാട്, മുകുന്ദപുരം താലൂക്കുകളിലായി നിലവിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. KSEBക്ക് 2.23 കോടിയിലധികം രൂപയുടെ നഷ്ടവും കാർഷിക മേഖലയിൽ 28.35 ലക്ഷം രൂപയുടെ നാശനഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾക്ക് 3.31 ലക്ഷത്തിലധികം രൂപയുടെ കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നത്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ താഴ്ന്ന പ്രദേശങ്ങളായ കാറളം, അരിമ്പൂർ, പാറളം, അന്തിക്കാട്, മണലൂർ, ചാഴൂർ, ചേർപ്പ്, താന്യം എന്നീ പഞ്ചായത്തുകളിലും പ്രദേശത്തെ കോൾ പടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കനത്ത മഴയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ വെള്ളക്കെട്ട്. ചുറ്റമ്പലവും ഊട്ടുപുരയുടെ വശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. പ്രദക്ഷിണ വഴിയിൽ വെള്ളം നിറഞ്ഞ നിലയിലാണ്. മഴ ഇനിയും തുടരുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലെ പാടശേഖരങ്ങൾ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. ശക്തമായ കാറ്റിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് 10-ാം വാർഡിൽ ഇലക്ട്രിക് ലൈനിലും റോഡിലും മരങ്ങൾ വീണ് ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപം അയ്യപ്പൻകുടം റോഡിലാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VK സുരേന്ദ്രൻ, വാർഡ് മെമ്പർ PK പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മരങ്ങൾ മുറിച്ചുമാറ്റി. ശക്തമായ മഴയിൽ പാവറട്ടി പഞ്ചായത്ത് 2-ാം വാർഡിലൂടെ കടന്നു പോകുന്ന പൂച്ചേരി തോട്ടിലേക്ക് കടപുഴകി വീണ മരങ്ങൾ മുറിച്ചുമാറ്റി. മരങ്ങൾ തോട്ടിലേക്ക് വീണതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാവറട്ടി സെന്ററിലെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ആശ്രയം പൂച്ചേരി തോടാണ്. 2-ാം വാർഡ് മെമ്പർ സുമയ്യ തറയിലിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റുകയും തോട് ശുചീകരിച്ച് ആ വെള്ളം സുഗമമായി ഒഴുകുന്ന രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്തു. ഇതോടെ വെള്ളക്കെട്ട് ഒഴിവായി. കനത്ത മഴയെ തുടർന്ന് മനക്കുടി, പുള്ള്, കോടന്നൂർ, നെടുപുഴ റോഡുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴവെള്ളം ഒഴുകിയെത്തിയതോടെയാണ് മനക്കുടിയിൽ നിന്ന് പുള്ളിലേക്കും കോടന്നൂർ താണിക്കമുനയത്ത് നിന്ന് നെടുപുഴയ്ക്കുമുള്ള റോഡുകളിൽ വെള്ളം കയറിയത്. മനക്കുടി പുള്ള് റോഡ് ദീർഘദൂരത്തിൽ വെള്ളത്തിൽ മുങ്ങി. ശാസ്താംകടവ് റോഡിലും വെള്ളം കയറി. മഴ തുടർന്നാൽ മനക്കുടിയിൽ നിന്ന് പുള്ളിലേക്കും ശാസ്താംകടവിലേക്കുമുള്ള റോഡുകൾ അടച്ചിടേണ്ടി വരും. മനക്കുടിയിൽ നിന്ന് പുള്ളിലേക്കുള്ള റോഡ് 1/2 കിലോമീറ്ററോളം ദൂരം താഴ്ന്നു കിടക്കുന്നതിനാലാണ് പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങി ഗതാഗതം നിരോധിക്കേണ്ട സ്ഥിതി എല്ലാ വർഷവും ആവർത്തിക്കുന്നത്. മഴക്കാലത്ത് ജില്ലയിൽ ആദ്യം വെള്ളം കയറി അടച്ചിടുന്ന റോഡാണിത്. ഇതുമൂലം
ചാഴൂർ, താന്യം, പാറളം പഞ്ചായത്തുകളിലെ നിരവധി യാത്രക്കാർ ദുരിതത്തിലാവുകയാണ്. പുള്ളിലെ ടൂറിസം കേന്ദ്രങ്ങൾക്കും റോഡ് മുങ്ങുന്ന സാഹചര്യം ഭീഷണിയാണ്. ഈ റോഡ് 1/2 മീറ്റർ ഉയർത്തി പുനർനിർമ്മിച്ചാൽ തീരുന്ന പ്രശ്നത്തിന് നിരവധി വർഷങ്ങളായി നിവേദനങ്ങളും സമ്മർദ്ദങ്ങളുമായി അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ ജനരോഷം ശക്തമാവുകയാണ്. TCV തൃശൂർ. ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഒരു വിഭാഗം നഴ്സുമാർ നടത്തുന്ന സമരം തുടരുന്നു. സമരം ഒത്തുതീർപ്പാക്കാൻ റീജിയണൽ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. അത്യാഹിത വിഭാഗത്തിന്റെ ഗേറ്റ് ഉപരോധിച്ചാണ് നഴ്സുമാർ സമരം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് ഈ സമരം ബുദ്ധിമുട്ടാകില്ലേ? ആശുപത്രി അധികൃതരുടെ നിലപാടെന്താണ്? ശരിക്കും അടിയന്തര ചികിത്സാ വിഭാഗം, അതായത് അത്യാഹിത വിഭാഗത്തിന്റെ കവാടത്തിലാണ് 300ഓളം നഴ്സുമാർ കുത്തിയിരുന്ന് സമരം നടത്തുന്നത്. അത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ അത്യാഹിതമായിട്ട്, അതായത് അടിയന്തര പ്രാധാന്യമുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം ആഗമനത്തിന് ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറ്റു വഴികൾ ധാരാളം ഉള്ളതിനാൽ, അതായത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന് പ്രധാന ഗേറ്റുകൾ തന്നെ ഒരു 4-5 ഗേറ്റ് കവാടങ്ങളുള്ള കാരണം ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇവിടെ പ്രശ്നം അതല്ല. സാധാരണഗതിയിൽ അടിയന്തര പ്രാധാന്യം ഉള്ള ചികിത്സയ്ക്കുള്ള കവാടങ്ങൾ അടച്ചിടാൻ പാടില്ല എന്നൊരു റെഗുലേഷൻ ഉണ്ട്. അത് കാരണം തന്നെ ഇവർ ആശുപത്രി മാനേജ്മെന്റ് കോടതിയിൽ നിന്ന് ഉത്തരവ് നേടിയിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിന്റെ കവാടം അടച്ച് സമരം ചെയ്യുന്നവരെ നീക്കം ചെയ്യുന്ന കാര്യത്തിലുള്ള ഉത്തരവ് നേടിയിട്ടുണ്ട്. അത് നാളെ രാവിലേക്കുള്ളിൽ നടപ്പാക്കണമെന്നൊരു നിലപാടുണ്ട് പോലീസിന്. ഈ സാഹചര്യത്തിലാണ് സമരം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ന് റീജിയണൽ ലേബർ ഓഫീസർ, എറണാകുളം റീജിയണൽ ലേബർ ഓഫീസറുടെ മുൻപാകെ ചർച്ച നടക്കുന്നത്. ചർച്ച രാവിലെ 11 തുടങ്ങിയ ചർച്ചയാണ്. ഇപ്പോൾ ഏകദേശം ചർച്ചകൾ ഒരു വഴിത്തിരിവിൽ എത്തിയിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. പക്ഷേ ഇന്ന് അല്പസമയത്തിനുള്ളിൽ ചർച്ച ഒത്തുതീർപ്പിൽ എത്തിയേക്കാം എന്നുള്ള സൂചനകളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അത് കൃത്യമായിട്ട് എല്ലാവരും അത് ഉറപ്പിച്ചു പറയാൻ തയ്യാറല്ലെങ്കിലും നമുക്ക് ലഭ്യമായ സൂചനകൾ അനുസരിച്ച് സമരം ഇന്ന് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏകദേശം ധാരണയായിട്ടുണ്ട്. ഒരു കാര്യത്തിൽ 1-2 കാര്യങ്ങളിൽ മാത്രമേ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മിക്കവാറും ഏകദേശം ഒരു 90% സാധ്യത ഇന്ന് സമരം തീരാനാണ്. 300ഓളം നഴ്സുമാരാണ് 140 ദിവസങ്ങളായി ജൂബിലി മിഷൻ ആശുപത്രിയുടെ മുൻപിൽ, ആശുപത്രിക്ക് സമീപം സമരപ്പന്തലിൽ സമരം ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ആ സമരം കുറച്ചും കൂടി രൂക്ഷമായി അത്യാഹിത വിഭാഗത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് മാറ്റിയത്. പ്രധാന കവാടത്തിൽ ഇരുന്ന സമരം കുറച്ചും കൂടി രൂക്ഷമായിരുന്നു. എങ്കിലും ഇരു വിഭാഗവും സമരം നടത്തുന്ന നഴ്സുമാരും യൂണിയനുടെ നേതൃത്വത്തിലുള്ള നഴ്സുമാരും മാനേജ്മെന്റും തങ്ങളുടെ ഭാഗങ്ങളിൽ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ കൂട്ടാക്കാതിരുന്നതാണ് സമരം ഇത്രയും നീണ്ടുപോയത്. രണ്ട് കൂട്ടരുടെ ഭാഗത്തും ന്യായങ്ങളുണ്ട്, അന്യായങ്ങളുണ്ട്. സ്വാഭാവികമായും ഇത് ചർച്ചയിലൂടെ സമവായത്തിലൂടെ അവസാനിക്കേണ്ട വിഷയമാണ്. ആ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. അതേസമയം സമരം ഇന്ന് ചർച്ച ഇന്ന് പരാജയപ്പെടുകയാണെങ്കിൽ ഇവരെ സമരം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പോലീസ് സംഘം ഇവിടെ ആശുപത്രിയുടെ മുറ്റത്ത് അണിനിരന്നിട്ടുണ്ട്. വനിതാ പോലീസും മറ്റു പോലീസ് സംവിധാനങ്ങളെല്ലാം ഇവർ ഒരുങ്ങിയിട്ടുണ്ട്. അവർ തയ്യാറായിരിക്കുകയാണ്. സമരം ചർച്ച പരാജയപ്പെടുന്ന പക്ഷം ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് പോലീസ് രാവിലെ തന്നെ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ സമയത്ത് ഏകദേശം സമരം അവസാനിക്കുന്നതിന്റെ സൂചനകൾ വന്നതിനെ തുടർന്ന് ഒരു പരിധിവരെ എല്ലാവരും ഒരു സന്തോഷത്തിന്റെ മൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും സമരം എത്രയും വേഗം തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതാണ് അഗസ്റ്റിൻ, ചർച്ച ഹലോ അഗസ്റ്റിൻ. ഹലോ ചർച്ച ഒത്തുതീർപ്പായില്ലെങ്കിൽ നാളെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുമോ? നാളെയല്ല, ചർച്ച പരാജയപ്പെടുന്ന പക്ഷം ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമായാണ് പോലീസ്, അതിനുള്ള വാഹനങ്ങൾ, സമരക്കാരെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ, പോലീസ് സേന, സുശക്തമായ പോലീസ് സേന, പോലീസുകാരുണ്ട്, വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള 100ഓളം പോലീസുകാരുണ്ട്, ACP ഇവിടെ സ്ഥലത്തുണ്ട്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സ്ഥലത്തുണ്ട്. അങ്ങനെ നിരവധി പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ ഇപ്പോൾ സമരം നടക്കുന്നത്. അത് ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഇവിടെ നിന്ന് ഇവരെ, ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ ചെറുക്കുന്നതുള്ളൊരു
സാഹചര്യവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നിരവധി വനിതാ നഴ്സുമാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. അവരുടെ ആവേശം ഒട്ടും ഈ 140 ദിവസമായിട്ടും ഒട്ടും ചോർന്നു പോയിട്ടില്ല. അവരെല്ലാവരും ആ ഒരു സമരത്തിന്റെ ആ ഒരു വീര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ചെറുത്തുനിൽപ്പുണ്ടാകും. അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ചർച്ച വിജയപ്രദമാകും എന്നുള്ളൊരു പോസിറ്റീവ് മൂഡിലാണ് ഇപ്പോൾ ഇവിടെ പോലീസുകാരും അതുപോലെ തന്നെ സമരത്തിൽ പങ്കെടുക്കുന്ന നഴ്സുമാരും. ഇതാ ഈ ഉപരോധത്തെ തുടർന്ന് രോഗികൾക്ക്, അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? രോഗികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതായി യാതൊരു സൂചനയുമില്ല. കാരണം ജൂബിലി മിഷനെ പറ്റി നമുക്കറിയാം. ജൂബിലി മിഷൻ ആശുപത്രിയെ പറ്റി നമുക്ക് തൃശ്ശൂരിലുള്ള എല്ലാവർക്കും അറിയാം. ജൂബിലി മിഷൻ ആശുപത്രിക്ക് 4-5 കവാടങ്ങളുണ്ട്. ഈ കവാടങ്ങളിലൂടെ എല്ലാം അത്യാസന്ന വിഭാഗത്തിലേക്കും മറ്റേത് വിഭാഗത്തിലേക്കും രോഗികൾക്കും രോഗികളുടെ കൂടെയുള്ളവർക്കും പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്യാഹിത വിഭാഗത്തിന്റെ മുമ്പിൽ സമരം നടത്തുന്നു, അത് ഉപരോധിക്കുന്നു എന്നുള്ളത് കൊണ്ട് രോഗികൾക്ക്, അടിയന്തര പ്രാധാന്യമുള്ള രോഗികൾക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരി അഗസ്റ്റിൻ, അത്യാഹിത വിഭാഗത്തിന്റെ ഗേറ്റ് ഉപരോധിച്ച് നഴ്സുമാർ നടത്തുന്ന സമരത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മകളെ ബസ് കയറ്റിവിട്ട ശേഷം സ്കൂട്ടറിനടുത്തേക്ക് നടന്നുപോയ സ്ത്രീ KSRTC ബസ് ഇടിച്ച് മരിച്ചു. പുതുക്കാട് കാഞ്ഞൂർ സ്വദേശി പൊരന്തരപ്പള്ളി വീട്ടിൽ റോയ്സന്റെ ഭാര്യ 48 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. രാവിലെ പുതുക്കാട് സെന്ററിലായിരുന്നു അപകടം. ചാലക്കുടിക്ക് പോയിരുന്ന പ്രിയദർശിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് സ്റ്റോപ്പിൽ നിന്ന് മുന്നിലേക്കെടുക്കുന്നതിനിടെ ബസ് ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെടുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് വഴിയോരത്തു കൂടി നടന്നു പോകുകയായിരുന്ന സിന്ധുവിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ദേശീയപാതയോരത്തുള്ള ചായക്കടയിലേക്ക് ഇടിച്ചുകയറി. റോഡിൽ വീണ സിന്ധുവിന്റെ തലയിലൂടെ ബസിന്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി. ബസ് പാഞ്ഞു വരുന്നത് കണ്ട് ചായക്കടയുടെ മുൻപിൽ നിന്നിരുന്ന ആൾക്ക് ഓടിമാറുന്നതിനിടെ വീണ് പരിക്കേറ്റു. ചായക്കടയുടെ കോൺക്രീറ്റ് ഭിത്തിയിൽ ഇടിച്ചാണ് ബസ് നിന്നത്. പരിക്കേറ്റ സിന്ധുവിനെയും ബസ് ഡ്രൈവറെയും നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിന്ധുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. രാജഗിരി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൾ ആൻമരിയെ ബസ് കയറ്റിവിട്ട ശേഷം നടന്നുവരുന്നതിനിടെയാണ് അപകടം. കനത്ത മഴയെ തുടർന്ന് CG റോഡിന് സമീപം സ്കൂട്ടർ നിർത്തിയ ശേഷം മകൾ ധരിച്ചിരുന്ന മഴക്കോട്ട് തിരികെ വാങ്ങാനാണ് സിന്ധു ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. പുതുക്കാട് സ്റ്റാൻഡിൽ നിന്നെടുത്ത ബസ്സായതുകൊണ്ട് ഒരു യാത്രക്കാരി മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട ബസ് ഓട്ടോ സ്റ്റാൻഡിനിടയിലൂടെ പാഞ്ഞുകയറി ചായക്കട പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. തൃശൂർ കുറുപ്പം റോഡിലെ കോർപ്പറേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞ് വ്യാപാരികൾ. കാനയ്ക്ക് മുകളിൽ അശാസ്ത്രീയമായ കോൺക്രീറ്റിംഗ് ആണ് നടക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത്. LDF കൗൺസിലർമാർ പ്രവൃത്തികൾ വിലയിരുത്തി. തൃശൂർ നഗരത്തിലെ പൊളിച്ചിട്ട റോഡുകൾ അടിയന്തരമായി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് CPM തൃശൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. യാതൊരു ഏകോപനവും ഇല്ലാതെയാണ് റോഡുകൾ മഴക്കാലത്ത് കുഴിച്ചത്. KCBയും വാട്ടർ അതോറിറ്റിയും ഏറ്റവും മികച്ച നിലയിലായിരുന്ന റോഡുകൾ കുത്തിപ്പൊളിച്ചു. പുനർനിർമ്മിക്കാൻ ആർക്കും ചുമതല നൽകിയതുമില്ല. BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡുകളാണ്. ഏറെയും റോഡുകൾ പുനർനിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമെന്ന് CPM തൃശൂർ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ട പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും ഗഡുക്കൾ അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് UDF സർക്കാരിനെതിരെ LDF മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. പള്ളിനടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മുൻ MLA E.T. ടൈസൺ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. EG സുരേന്ദ്രൻ അധ്യക്ഷനായി. അനിൽ കിള്ളിക്കുളങ്ങര, TS ഗോപിനാഥൻ, VS രവീന്ദ്രൻ, PM ആൽഫ, ബേബി പ്രഭാകരൻ, വിനു തുടങ്ങിയവർ സംസാരിച്ചു. മാത്രം വായി തുറക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ കരുണാകരന്റെ പേരിനെ പിന്നെ അപ്രസക്തം. ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ചെയർപേരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ES പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. CS സംഗീത്, VG വനജകുമാരി, KN രാജൻ, KP പ്രസാദ്, നിത്യ ജയരാജൻ എന്നിവർ സംസാരിച്ചു.
ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചന്ദ്രാപിന്നിയിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ചന്ദ്രാപിന്നി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വടംവലി മത്സരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ ഷീന വിശ്വൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ധനുഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം PS ജോസ്ന തുടങ്ങിയവർ പങ്കെടുത്തു. 18 ടീമുകൾ പങ്കെടുത്ത വടംവലി മത്സരത്തിൽ റെഡ് കിങ് കരിയോട് 1ാം സ്ഥാനവും കിങ്സ് പറവൂർ 2ാം സ്ഥാനവും ജനശക്തി വടശ്ശേരിപ്പുറം 3ാം സ്ഥാനവും നേടി. മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് സോഡ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക് കേരളയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം ബുധനാഴ്ച അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റിയെയും സംസ്ഥാന ഭാരവാഹികളെയും തെരഞ്ഞെടുക്കും. വാർത്താ സമ്മേളനത്തിൽ AV ശശിധരൻ, KC റോയ്, KM സാദിഖ് അലി, KO തോമസ്, TK മനോജ് എന്നിവർ പങ്കെടുത്തു. സ്ത്രീലോകം നവലോകം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് വനിതാ സാഹിതി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വനിതാ സാഹിതി സാഹിത്യോത്സവം VLF 8 രാവിലെ 9 സാഹിത്യ അക്കാദമി ഹാളിൽ തുടക്കമാകും. എഴുത്തുകാരി BM സുഹറ ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി ഡോക്ടർ R ബിന്ദു ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. സുനിൽ P ഇളയിടം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 250ഓളം പേർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ രവിത ഹരിദാസ്, ഡോക്ടർ D ഷീല, ഡോക്ടർ KR ബീന, KP സെലീന, കൃഷ്ണകുമാരി എന്നിവർ പങ്കെടുത്തു. CBSE 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി തൃശൂർ സഹോദയ മെറിറ്റ് ഡേ സംഘടിപ്പിക്കും. ബുധനാഴ്ച രാവിലെ 10 പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ വിദ്യാമന്ദിർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് K രാജൻ MLA ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രസിദ്ധീകരിച്ച പരീക്ഷാഫലങ്ങളുടെയും 10ാം ക്ലാസ് ഇംപ്രൂവ്മെന്റ് പരീക്ഷാഫലത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഷെമി ബാവ, ചിത്ര S നായർ, T രാധിക എന്നിവർ പങ്കെടുത്തു. ഇടവേള. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് ഗ്രാമവികസനം അട്ടിമറിച്ച UDF സർക്കാർ നയത്തിനെതിരായിരുന്നു പ്രതിഷേധ മാർച്ച്. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. RP റഷീദ് യോഗത്തിൽ അധ്യക്ഷനായി. CPI ലോക്കൽ സെക്രട്ടറി CR ദിലീപ്, CPM ലോക്കൽ സെക്രട്ടറിമാരായ KK ബാബു, KA ബാലകൃഷ്ണൻ, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് M മണിശങ്കർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൊച്ചപ്പൻ വടക്കൻ, ഷീജ രാജീവ് എന്നിവർ സംസാരിച്ചു. തീരദേശത്തെ 5 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുന്ന പെരിങ്ങാട് പുഴ ശുദ്ധജല സംഭരണി പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിലാക്കുമെന്ന് MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് അറിയിച്ചു. ചേറ്റുവ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന തീരദേശ ജനകീയ സമ്പർക്ക യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അബു കാട്ടിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികളായ ഷൈജു തിരുനെല്ലൂർ, ജോഷി കൊമ്പൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആന്റോ ലിജോ, മിനി മോഹൻദാസ്, PM താഹിർ, ഗ്രേസി ജേക്കബ്, പൊതുപ്രവർത്തകരായ ജിൽസ് തോമസ്, ബാബു ആന്റണി, ഉസ്മാൻ കുരിക്കാട്, സജീവൻ വേളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജനപ്രതിനിധികൾ ഇടിയഞ്ചിറ, പാവറട്ടി പഞ്ചായത്ത് ഗ്രൗണ്ട് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു.
കടവല്ലൂർ പഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പ് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രവർത്തകർ ധർണ നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ PK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. UDF പഞ്ചായത്ത് കൺവീനർ നാസർ കടവല്ലൂർ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നിഷ അരങ്ങേത്ത്, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി NH ജലീൽ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി MM അബ്ദുൾ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലം പുരോഗമിക്കുന്നു. ചെറുവള്ളിക്കടവിലെ പഴയ പാലം പൊളിച്ചതോടെയാണ് താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. മഴ കനത്താൽ റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇതൊഴിവാക്കാനായി നിലവിലെ റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്നാണ് ആവശ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിക്കെതിരെ LDF കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം CPI സംസ്ഥാന കൗൺസിലറും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, CPM ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി, PP സുഭാഷ്, KS കൈസാബ്, റഹീം പള്ളത്ത്, പ്രൊഫസർ K അജിത, PB ഖൈസ്, TP പ്രബേഷ്, CK രാമനാഥൻ, അഷ്റഫ് സാബാൻ, സുമാ ശിവൻ, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് UDF സർക്കാരിന്റെ നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി LDF സംഘടിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മാർച്ചിന്റെ ഭാഗമായി കൊടകര LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം KJ ഡിക്സൺ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ് അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ PR പ്രസാദൻ, KC ജെയിംസ്, CM ബബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് LDF വരവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരവൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. CPI ഏരിയ കമ്മിറ്റി അംഗം CV ജയലക്ഷ്മി അധ്യക്ഷയായി. KK ബാബു, P ശങ്കരൻകുട്ടി, MR രതിമോഹൻ, ജേക്കബ് കണ്ണൻ എന്നിവർ സംസാരിച്ചു. NM അനീഷ്, AS പ്രദീപ്, P സുധാദേവി, PK യശോദ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ സംസ്ഥാനം 10 വർഷം ഭരിച്ച ഇറങ്ങിപ്പോരുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടും ഗ്രാന്റും വെട്ടിക്കുറയ്ക്കുകയും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്ത UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ LDF കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പന്നിത്തടം സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി VV ജോൺസൺ അധ്യക്ഷത വഹിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, LDF നേതാക്കളായ ഹംസ ഹാജി, MP റഫീഖ് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച് LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം KV ശങ്കരനാരായണൻ അധ്യക്ഷനായി. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ M നന്ദീഷ്, PC അബാൽ മണി, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, V രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹമായ ഫണ്ട് പൂർണ്ണമായി അനുവദിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ചെഗുവേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പടവരാടിന്റെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മുതുക്കൻ അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ CA വൈഷ്ണവ്, മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി, കുട്ടനല്ലൂർ ഡിവിഷൻ കൗൺസിലർ ഹരീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വിദ്യാഭ്യാസ ധനസഹായ വിതരണവും നടത്തി. കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU തിരുവില്ലാമല പഞ്ചായത്ത് സമ്മേളനം തിരുവില്ലാമല VKN വായനശാലയിൽ നടന്നു. സംഘങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്
MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. മോഹനൻ ആക്കപ്പറമ്പ് അധ്യക്ഷനായിരുന്നു. KP മുരളി, രാമകൃഷ്ണൻ, V ഉണ്ണികൃഷ്ണൻ, R കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി പ്രസന്ന ശിവദാസൻ ചുമതലയേറ്റു. KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൽ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് EK സജീവൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK ഷംസുദ്ദീൻ, കയ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ, KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേരി ജോളി തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ മുദ്ര സാംസ്കാരിക വേദിയുടെ വാർഷികവും ആദരണ ചടങ്ങും നടന്നു. MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കവി സുധാകരൻ പാവറട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ മുദ്ര സാംസ്കാരിക വേദിയുടെ വാർഷികവും ആദരണ ചടങ്ങും നടന്നു. MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കവി സുധാകരൻ പാവറട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതിയുടെ ആദരവ് വാങ്ങിയ ചുമർ ചിത്ര കലാകാരൻ M നളിൻ ബാബു, കേന്ദ്ര സാംസ്കാരിക വകുപ്പിനെ സീനിയർ ഫെലോഷിപ്പ് നേടിയ നാടക പ്രവർത്തകൻ MK ദേവരാജൻ, നോവലിസ്റ്റ് CF രാജൻ, സാംസ്കാരിക രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ സുബ്രഹ്മണ്യൻ ഇരുപശ്ശേരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ CL ജോഷി, കവി പ്രസാദ് കാക്കശ്ശേരി, പരിസ്ഥിതി പ്രവർത്തകൻ NJ ജെയിംസ്, അബ്ദുട്ടി കൈതമുക്ക്, ദേവൂട്ടി ഗുരുവായൂർ, ടിൻഡു സനീഷ്, ഡോക്ടർ അനീഷ്, KK മനോജ് എന്നിവർ സംസാരിച്ചു. പന്നിത്തടത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി റോഡിലേക്കെടുത്തപ്പോൾ എതിർ ദിശയിൽ വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ബൈക്ക് കാറിന്റെ ബോണറ്റിനുള്ളിലേക്ക് ഇടിച്ചു കയറി നിന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,220, പവന് 1,05,760. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. 7 വീടുകൾ പൂർണ്ണമായും 102 വീടുകൾ ഭാഗികമായും തകർന്നു. 53 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. കനത്ത മഴയെ തുടർന്ന് മനക്കൊടി, പുള്ള്, കോടന്നൂർ, നെടുപുഴ റോഡുകളിൽ വെള്ളം കയറി. ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ ഗതാഗതം സ്തംഭിക്കും. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഒരു വിഭാഗം നഴ്സുമാർ നടത്തുന്ന സമരം തുടരുന്നു. അത്യാഹിത വിഭാഗത്തിന്റെ ഗേറ്റ് ഉപരോധിച്ചാണ് സമരം. സമരം ഒത്തുതീർപ്പാക്കാൻ റീജിയണൽ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുന്നു. പുതുക്കാട് KSRTC ബസ്സിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാഞ്ഞൂർ സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. അപകടം മകളെ ബസ് കയറ്റിവിട്ട ശേഷം സ്കൂട്ടറിനടുത്തേക്ക് വരുന്നതിനിടെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.